ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 ദിവസത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കാൻ വിചാരിച്ചാത്ത കുറേ വ്ളോഗും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ദിവസത്തെ വ്ളോഗിലേക്ക് കിടക്കാം. രാവിലെ തന്നെ നമുക്ക് മലൻ്റെ വൈബൊക്കെ ആസ്വദിച്ച് ഒരിത്തിരി ചായ കുടിച്ചിട്ട് ആവാൻ പരിപാടി. ചായ ഇങ്ങോട്ട് രാവിലെ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു എനർജി ഉണ്ടാവില്ല. അതിൽ പെട്ട ഒരാളാണ് ഞാൻ. രാവിലെ ഒരു ഇത്തിരി ചായ, അത് പാലോ കട്ടനോ എങ്ങനെയായാലും വേണ്ടില്ല, ഒരിത്തിരി ഇളം ചൂടുള്ള അങ്ങനെ കിട്ടിയാൽ അതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല. ചായ കിട്ടിയിട്ടില്ലെങ്കിലോ ഭയങ്കര കുടിച്ച പോലെ മതിയാവും ഞാൻ. അതെന്തോ അങ്ങനെ ഒരു ശീലമായി പോയി. ഇന്ന് നമ്മുടെ സീയപ്പാണ് കേട്ടോ. ചിലർ നിങ്ങൾ ചീയപ്പാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ സാധാരണ സിയും ചീയും ഒന്നും പറയലില്ല. സാധാ അപ്പം എന്നാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ പറയല് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ സിയും ചീയും ഒക്കെ ഞാൻ വീഡിയോക്ക് വേണ്ടി പറയുന്നതാണ്. അപ്പം ചിലപ്പോൾ സായി ചായയും ഒക്കെ ആയിട്ട് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണ്ട്. എന്തായാലും നമുക്ക് കൈമന്ന് വിടാം. അപ്പം നമ്മൾ അപ്പം ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കോളിഫ്ലവർ ഉണ്ട്. അപ്പം അതൊന്ന് കുട്ടികൾക്ക് തോരൻ ഉണ്ടാക്കിയെടുക്കും വേണം. ഒരടുപ്പത്ത് അപ്പം ചൂടുന്നുണ്ട്, ഒരടുപ്പത്ത് ചായക്കുള്ള വെള്ളം വെച്ചിക്കണേ. ഞാൻ ചായ വെന്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ചൂടുള്ളതിനുള്ള വെള്ളം വെക്കണം. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെയാണ് ഞാൻ ഈ കെറ്റിൽ സാധാരണഗതിയിൽ ഉപയോഗിക്കല് കേട്ടോ. അടുപ്പൊക്കെ ബുക്ക്ഡ് ആകുമ്പോൾ നമുക്ക് പിന്നെ ഇവനുള്ളൂ ആശ്രയം. ഇവനില്ലെങ്കിൽ നമ്മൾ കഴിയണ വരെ കാത്തിക്കും. പക്ഷെ ഇവനുണ്ടായതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഇതൊന്നും നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്ന് ചെത്തി റെഡിയാക്കി കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് കെറ്റില് വെക്കാൻ വേണ്ടി വെച്ചിട്ടോ. അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ അപ്പം ചുടല് നടത്തണല്ലോ. രാവിലെ ഞാൻ ഒന്നിൻ്റെ അടിയിൽ കൂടെ ഒന്നൊന്നായി ഇങ്ങനെയൊക്കെ ചില ദിവസങ്ങളിൽ തീർക്കൂട്ടോ. ചില ദിവസം അതിനും ഒരു മടിയൊക്കെ തന്നെ ഈ കാരം. അപ്പൊ അതിന്റെ അടിയിൽ കറണ്ട് പോയിട്ടുണ്ടേനി. അതാണ് ഞാൻ കെറ്റിൽ ഒരു മൂലക്കൊക്കെ എടുത്ത് മാറ്റി വെച്ചത് കേട്ടോ. അഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് കറണ്ട് വരികയാണെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ പിന്നെ ഗ്യാസുമ്പോ വെക്കാന്ന് വിചാരിച്ചിട്ട്. എന്നാലും കറണ്ട് വന്നിട്ടുണ്ടേനു. പിന്നെ ഞാൻ കെറ്റിൽ തന്നെ ഇങ്ങനെയുള്ള ഇത് തിളപ്പിച്ചെടുത്തിട്ടോ. ഇങ്ങനെയുള്ള രാവിലത്തെ നമ്മള് കുറച്ച് ഹറിബറി ആയിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ ഒരു കെറ്റില് എന്തായാലും യൂസ്ഫുൾ ആയി കേട്ടോ. നമുക്ക് എന്തെങ്കിലും സ്റ്റീം ചെയ്തെടുക്കാണ്ടെങ്കിലും ഇങ്ങനെ ചെറിയ എന്തെങ്കിലും കുട്ടികൾക്ക് ലഞ്ചോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒന്ന് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ ഒക്കെ അടിപൊളിയാണ് ഈ ഒരു കെറ്റില്. ഇത് മാത്രമല്ല, ഇതിന് കൂടെ വേറെ കുറച്ച് സംഗതി സാമഗ്രികളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ അത് സ്ഥിരം വീഡിയോ കാണുന്നവർക്കൊക്കെ അത് അറിയുണ്ടാവും. ഇതിപ്പോൾ അതിനായിട്ടൊന്നും ഞാൻ ഇതിൽ കാണിച്ചു തരുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അത് ഉപ്പേരിയാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു പാനിലേക്ക് ഒരു ഇത്തിരി ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ച് ഓയിലും ചേർത്ത് കൊടുത്തിക്കണേ. പിന്നെ നമ്മൾ കോളിഫ്ലവർ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ വലിയ പീസാക്കിയിട്ടാണ് ഇത് ചെത്തിയെടുത്തിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ ചിലപ്പോൾ ചട്ടിയിലിട്ട് വയറ്റി വരുമ്പോൾ ചിലപ്പോൾ അത് ചെറിയ 2 പീസ് 4 പീസൊക്കെ ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഞാനത് വലിയ പീസാക്കിയിട്ട് തന്നെ എടുത്തത് കേട്ടോ. പറ്റണ ഒടിഞ്ഞ് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലകളൊക്കെ ഇട്ടിട്ട് ഞാനത് വേവിക്കാൻ വെച്ചിരിക്കണം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയും അതും അപ്പൊക്കെ കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇതിൽ ഞാൻ വെള്ളമൊന്നും ഒഴിക്കൂല, ജസ്റ്റ് സിമ്മിലാക്കി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി ഇളക്കി നമ്മൾ ഒരു ഫ്രൈ പരുവത്തിന് ആക്കിയെടുക്കും. അപ്പോൾ നല്ല എണ്ണയിൽ മുക്കി പൊരിച്ച ആ ഒരു ഫീല് കിട്ടും. ആ ഒരു ചെറിയതായിട്ടൊരു ആ ഒരു ഫീല് കിട്ടും ചെയ്യും. എന്നാൽ ഒരുപാട് എണ്ണയിൽ മുക്കി പൊരിക്കണമില്ല. കുറച്ച് അത്ര ഇങ്ങോട്ട് മുക്കി പൊരിക്കും വേണ്ട, എന്തൊരു ചെറുതായിട്ടൊരു ഹെൽത്തി ആക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഉപ്പേരി പോലെ ആക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ. ഇതായാലും ഓൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഓൾക്കുള്ളതൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ റെഡി ആക്കിയിരിക്കണം കേട്ടോ. പിന്നെ വെള്ളമൊക്കെ ഒന്ന് ചൂടാറ്റി ഞാൻ ഇതാ കുപ്പിയിലൊക്കെ ആക്കി സെറ്റ് ആക്കിയിരിക്കണേ. രാവിലെ ഓരോ കാര്യങ്ങൾ പെട്ടെന്നൊന്ന് റെഡി ആയി കിട്ടിയാൽ പിന്നെ ഞാൻ ഇൻ്റെ കാര്യങ്ങളായിട്ട് അങ്ങനെയും പോകും. അപ്പോൾ വെള്ളം കാര്യങ്ങളും ഒക്കെ ഞാൻ സെറ്റാക്കി വെച്ചിരിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ റൂമിൽ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിക്കട്ടെ എന്ന് വിചാരിച്ച് വന്നപ്പോഴാണ് അവിടെ ഒരു പപ്പായ പഴുത്ത് നിൽക്കണ കണ്ടു കേട്ടോ. ഇന്നലെ തന്നെ ഞാൻ കണ്ടീനു, പക്ഷെ തോട്ടിയോണ്ട് ഞാൻ നോക്കുമ്പോൾ എനിക്കത് നടക്കണില്ല. പിന്നെ ഞാൻ വിചാരിച്ചിനി എന്നിപ്പോൾ എന്തായാലും അത് കിളിക്കാൻ ഉപകരിച്ചുള്ളൂ എന്നില്ല. പക്ഷെ കിളി 2 പ്രാവശ്യം ഇന്നജ് നാണം കെടുത്തിക്കണം. അതുകൊണ്ട് ഇനി എൻ്റെ പപ്പായ മരത്തുമ്പോൾ ഞാൻ തൊടൂല എന്നും പറഞ്ഞ് കിളി അയിമക്ക് നോക്കിയിട്ട് തന്നെ അല്ലടോ. അപ്പൊ ഞാൻ കാക്കാനോട് പറഞ്ഞപ്പോ കാക്ക ചെന്ന് കണ്ട് ഒന്ന് പറിക്കാൻ പറഞ്ഞപ്പോ 3 എണ്ണം പറിച്ചു തന്നിക്കണ്. ഒരു പൂ ചോദിച്ചപ്പോ മൂപ്പര് പൂക്കാലം തരും. എന്നിട്ട് എന്നോട് പറയാ അത് എടുത്തു വെച്ചളാ, 2 ദിവസം കഴിഞ്ഞ് പൈത്ത് കിട്ടിക്കോളൂന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് തൽക്കാലം നമുക്ക് മൂപ്പരെ വെറുതെ വിടാല്ലേ. എന്തായാലും ഞാൻ ഈ പൈത്ത പപ്പായന്ന് ചെത്തി റെഡിയാക്കി കണ്ട് കൊടുക്കട്ടെ കേട്ടോ മക്കൾക്കൊക്കെ.
അതിന്റെ ഇടയ്ക്ക് അവിടെ മറ്റേ മാണിത്തട്ട തട്ടലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾക്ക് രണ്ടാമതൊരു വായ കൊലിച്ചിക്കണ്. അപ്പൊ അതിന്റെ മാണിത്തട്ട തട്ടണ തിരക്കുണ്ട് കേട്ടോ അവിടെ കേൾക്കണത്. അപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് പപ്പായൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മാണിത്തട്ടന്റെ മാണിത്തട്ട അത് പറിച്ചു കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ. ഇന്നപ്പൊ നമുക്ക് ഇത് ഉപ്പേരിയും കൂടി വെക്കണം. മുന്നേ ഞാനിത് ഉപ്പേരി വെച്ചപ്പോ ചെറുപയറിട്ട് വെക്കുവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഇട്ട് വെക്കാം. അതിനിപ്പോ എന്താ ചെറുപയറിട്ടത് ഒരു കുഴപ്പമില്ല കേട്ടോ. എന്തായാലും ഞാൻ ഈ കട്ട് ചെയ്തെടുത്ത പപ്പായ ഉണ്ടല്ലോ, ഇതിന്റെ തൊലിയൊന്നും കളയാൻ പറ്റൂല, അത്രക്കും പഴുത്തുക്കണ്. അപ്പൊ ഞാൻ എല്ലാവർക്കും ഒന്ന് കൊണ്ടേ കിടക്കട്ടെ കേട്ടോ. ഇന്നലെ ഇമ്മ വന്നിട്ടുണ്ടേനി കേട്ടോ. അപ്പൊ ഉമ്മ വന്നപ്പോ തന്നെ പറയുന്നുണ്ടേനി ഈ സാധനം ഞാൻ മുകളിൽ റാക്കിൽ കയറ്റിച്ചേനി. അപ്പൊ ഉമ്മ പറയുന്നുണ്ടേനി അത് സാധനം ഒന്ന് എടുക്കണം കേട്ടോ, എനിക്കതൊന്ന് കാണണേ എന്നൊക്കെ പറയുമ്പോൾ ഇത് വീഡിയോയിൽ കണ്ടിട്ടുള്ളൂ കേട്ടോ ഈ ഒരു ഇലക്ട്രിക്കിന്റെ കെറ്റില്. അപ്പൊ ഉമ്മ പറയാം എനിക്കതൊന്ന് കാണണം, അതൊന്ന് എടുത്ത് താഴത്തേക്ക് ഇറക്കി വെക്കോണ്ടി, അതൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനി. അപ്പൊ ഞാൻ പറഞ്ഞു നാളെ നമുക്ക് എടുക്കാം, അതിൽ കുക്കിങ്ങും ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനി. അങ്ങനെ ഞാനിതാ ഇത് ഇറക്കിയ ഇത് പുതിയതായിട്ടൊരു സാധനം അൺബോക്സിങ് ചെയ്യും പോലെയാണ് ഞാൻ ഇത് അതുപോലെ സെറ്റാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. കാരണം ഇങ്ങനത്തെ ഈ കിട്ടുന്ന സാധനങ്ങൾ ഇലക്ട്രിക്കിൻ്റെ ഒക്കെ ആകുമ്പോഴും ഞാൻ ഒരുവിധം എല്ലാതും സൂക്ഷിച്ച് കൊണ്ടടക്കലുണ്ട്. അപ്പോൾ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്നെ സംബന്ധിച്ചിട്ടോ. 4500 രൂപ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കുറച്ച് എക്സ്പെൻസീവ് തന്നെയാണ്. അപ്പോൾ ഞാനത് ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കിയിട്ട് അതുപോലെ എല്ലാം ഉണക്കി തുടച്ച് അതുപോലെ എങ്ങനെയാണോ തന്നപ്പോൾ അതുപോലെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇന്ന് ബീഫ് കറി എന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി ഈ 2 പാത്രങ്ങൾ മാത്രമേ, ഈ ഒരു പാത്രം അതിൻ്റെ ഒരു കയ്യിൽ മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ ഞാൻ അതുപോലെ സേഫായി ആ ബോക്സ് തന്നെ വെച്ചിരിക്കണം കേട്ടോ. അതിപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് സാധനം കിട്ടുമ്പോഴോ അതിനെ നമുക്കൊരു മുത്തേ പൊന്നേ പറഞ്ഞൊരു പൊന്നാരിച്ച് കൊണ്ടെടുക്കുമല്ലോ, അതുപോലെ തന്നെയാണ് ഞാനും. അപ്പോൾ അതിക്ക് ബീഫ് ഇട്ടെടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് ആ ഒരു കൂട്ടൊക്കെ ഇട്ടെടുത്ത് പച്ചമുളകും പിന്നെ അതിക്ക് വേണ്ട മസാലപ്പൊടികളും ഒക്കെ ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. എനിക്ക് ഇതിൽ കുക്ക് ചെയ്തപ്പോൾ മുന്നേ ഞാൻ ഫസ്റ്റ് ടൈം കാണിച്ചു തന്നിട്ടില്ലേനോ. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോൾ എനിക്കുള്ള ടെൻഷനേനെ ഇതിന് അടുപ്പൊന്നും ഇല്ലടോ, അപ്പോൾ അതിൻ്റെ ആവിയൊക്കെ പോയി എല്ലായിടത്തും ആവൂലേ അങ്ങനെയൊക്കെ ഒരു ഇതേനെ കേട്ടോ. പക്ഷെ ഇത് സ്ലോ കുക്കായിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിനി അന്ന്. അതുകൊണ്ട് തന്നെ അങ്ങനെ കളറ് സ്പ്രെഡ് ആവുക കാര്യങ്ങളൊക്കെ നമ്മളൊരു കുക്കറിൽ സാധാ നമ്മൾ ഗ്യാസ് അടുപ്പ് വെക്കുന്ന കുക്കറിൽ എങ്ങനെയാണ് അതിൻ്റെ അടുപ്പ് മുലൊക്കെ തെറിച്ച് അങ്ങനെയാണല്ലോ. ഇതങ്ങനെ ഒരു ഒച്ചയും വിളിയൊന്നും ഉണ്ടാക്കാതെ ഒരു സൈലന്റ് ആയിട്ട് കുക്ക് ചെയ്തെടുക്കുന്ന ഒരു സാധനം. പിന്നെ ടൈമർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ ആ കറക്റ്റ് ടൈമറിന് ഒരൊച്ച ഉണ്ടാക്കിയിട്ട് അത് ഓഫ് ആവുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിനി. അത് അങ്ങനെ അടിക്ക് പിടിക്കൊന്നുമില്ല, സെൻസർ ഉണ്ടായതുകൊണ്ട് ഓഫ് ആവുക ചെയ്യും. പക്ഷേ എന്നാലും എനിക്കൊരു പേടി, അടിക്ക് പിടിച്ചാലോ എന്ന് വിചാരിച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേനി കേട്ടോ. ഇനി ഇതിന്റെ മൂട്ടിൽ കുത്താനുള്ള സൂനൊക്കെ കുത്തിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. എനിക്ക് ഫസ്റ്റ് ടൈം അത് കിട്ടിയ സമയത്ത് കുരങ്ങിന്റെ കയ്യിൽ പൂമാല കിട്ടിയ മാതിരി കേട്ടോ. ഇതെന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല. പിന്നെ ഞാനിത് യൂട്യൂബിൽ ഓരോ വീഡിയോസ് സെർച്ച് ചെയ്ത് കണ്ട് 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 ഞാനിതിലൊരു വിദ്യ അഭ്യസിച്ചെടുത്തു എന്ന് വേണം പറയാൻ. ഇതിൻ്റെ ഈ നടുവിലാണ് ഓൺ ബട്ടൺ കേട്ടോ. പിന്നെ നമുക്ക് ഏത് രീതിയിലും വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. സ്റ്റീം ചെയ്യാനുള്ള ഇതാക്കിയിട്ട് പിന്നെ പ്ലസും മൈനസും ഉണ്ട്, അതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചിട്ടൊക്കെ വെക്കാം. ഞാൻ ഇട്ടിരിക്കുന്നത് സ്ലോ കുക്കാണ് കേട്ടോ. സ്ലോ കുക്ക് 2 മണിക്കൂറാണ് ഇതിൽ കാണിക്കുക. ഇനി ഇങ്ങനെ ടൈമർ ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ കാണിച്ച് തരുള്ളൂ, നമുക്കിങ്ങനെ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ഓഫാക്കിയിട്ട് എന്താ മട്ടെന്ന് അറിയില്ലല്ലോ, ബീഫ് ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ വേവിക്കുന്നത്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് ഇതാക്കിയപ്പോൾ കുറച്ചും കൂടി ഒന്ന് വേവ് കമ്മിയില്ല പോലെ തോന്നി. അപ്പം ഞാൻ ഒരു അരമണിക്കൂറും കൂടി വീണ്ടും വെച്ച് അങ്ങനെ ഒരു 1.5 മണിക്കൂർ കൊണ്ട് സ്ലോ കുക്കാണ്. അപ്പോൾ സാവധാനം ഇങ്ങനെ കിടന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അടുപ്പത്ത് ഒന്ന് തൂമിച്ചിട്ട് ഇതിലിട്ടിട്ട് ഒന്ന് വറ്റിച്ച് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ മാണിത്തട്ട ഉണ്ടല്ലോ, അത് ഞാൻ ഉപ്പേരിയാക്കി എടുത്തിട്ടുണ്ടായിന്. മുന്നേ ഞാനൊരു ഷോർട്സിൽ ഇപ്പം നാരെടുത്ത് ഒരാഴ്ച മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടായത്. അപ്പോൾ അത് വീണ്ടും അതിൻ്റെ റെസിപ്പി കാണിച്ച് നിങ്ങൾ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ റെസിപ്പിയൊന്നും ഉൾപ്പെടുത്താഞ്ഞത്. നമ്മൾ ഒഴിച്ച വെള്ളം ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമായിട്ട് ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായിരുന്നു. ഫസ്റ്റ് എന്നിട്ട് ഞാനത് അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കേണ്ടി വന്നു. പിന്നെ വറ്റിച്ചെടുത്തിട്ടാണ് ഞാൻ ബീഫൊക്കെ ഇട്ടിട്ട് പിന്നെ അതിലേക്ക് കുറച്ചും കൂടി കുരുമുളക് പൊടി കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് വരട്ടി എടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതാ മത്തൻ കറിയും ബീഫ് വരട്ടും പിന്നെ രാവിലെ മക്കൾക്ക് ഉണ്ടാക്കിയ കോളിഫ്ലവറിൻ്റെ കുറച്ചും പിന്നെ നമ്മുടെ വാഴക്കൂമ്പ് തോരനും കൂട്ടിയിട്ട് നല്ല കളർഫുള്ളായിട്ടും വയറ് നിറച്ച് ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് നിർത്തണം എന്ന് വിചാരിച്ചതാണേ. പക്ഷെ പിറ്റേ ദിവസം ഞാൻ യാദൃശ്ചികമായി എനിക്കൊരാൾ വീഡിയോ ഷൂട്ട് ചെയ്ത് തന്നപ്പോൾ ഞാനതങ്ങോട്ട് എഡിറ്റ് ചെയ്ത് സെറ്റാക്കി ഈ വീഡിയോയിൽ കയറ്റിയതാണ് കേട്ടോ.
അതിന്റെ തൊട്ട് പിറ്റത്തെ ദിവസം ഇത് നമ്മളെ അനിയന്റെ വാർപ്പാണ് കേട്ടോ ഇന്ന്. അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങക്ക് വീഡിയോയിൽ അറിയുന്നുണ്ടാവും എന്റെ മൂത്തച്ഛന്റെ മരുമോളാണ് മിന്നു. മിന്നു വന്നപ്പോഴാണ് ഇന്നെന്താ നിങ്ങൾ വീഡിയോ എടുക്കാത്ത, ഞാൻ വരുന്നതൊക്കെ നിങ്ങൾ വീഡിയോ എടുക്കലുണ്ടാവില്ല, ഇന്ന് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ആളങ്ങോട്ട് വീഡിയോ എടുത്ത് തുടങ്ങിയതാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ സൂം ചെയ്തും സൂം ഔട്ട് ചെയ്തൊക്കെ ആളെടുത്ത വീഡിയോസ് ആണ്. ആള് അത്യാവശ്യം നല്ലപോലെ വീഡിയോസ് എല്ലാ ക്ലിപ്സും ഉൾപ്പെടുത്തി വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിനി കേട്ടോ. അപ്പൊ ഞാനത് ഈ വീഡിയോയിൽ അങ്ങോട്ട് ഉൾപ്പെടുത്തിയതാണ്. പിന്നെ അത് മാത്രല്ല, എല്ലാരും കൂടുമ്പോ ഒരു വൈബാണല്ലോ. അങ്ങനെ ഇന്ന് എല്ലാരും പാടെ കൂടിയിട്ടുള്ള ഒരു ദിവസം ഇനിട്ടോ. ഞാനിന്നെന്തോ ഇന്നലെ എടുത്ത വീഡിയോസ് ഉണ്ടല്ലോ, അപ്പൊ പിന്നെ അത് എഡിറ്റ് ചെയ്യാം. ഇന്ന് പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യണ്ട, ഞാൻ ഒന്നരാടാണ് വീഡിയോ ഷൂട്ട് ചെയ്യല്, ലോങ് വീഡിയോ ഒക്കെ. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടൊന്ന് ഷൂട്ട് ചെയ്യാതെ നിന്നതാണ്. അപ്പൊ ഓള് വന്നപ്പോ എടുത്തപ്പോ നമ്മളെ വീഡിയോ കുറച്ചും കൂടി ലോങ് ആവാനുള്ള കുറച്ചും കൂടി വീഡിയോ ഉണ്ട്. കാര്യം പറഞ്ഞിട്ട് ഞാനാണ് കഞ്ഞി വിളമ്പണത്. അങ്ങനെ ഞങ്ങൾ പണിക്കാർക്കൊക്കെ കഞ്ഞി കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ കഞ്ഞി കൊടുക്കണേ. അങ്ങനെ കഞ്ഞി കൊടുക്കണ കറക്റ്റ് നേരത്തിന് നാത്തൂനും മോളും വന്നിട്ടുണ്ട് ഇനിട്ടോ. ഞാന് യൂട്യൂബ് ചാനൽ ഞങ്ങളെല്ലാരും കൂടിയ പിന്നെ എങ്ങനെയാണ് ആകെ മൊത്തം ബഹളമയം, കലവില. അങ്ങനെ ഞങ്ങൾ ഓരോ തല കഞ്ഞി പിടിച്ചാൽ തുടങ്ങിയാണ്. അല്ലെങ്കിൽ രാവിലെ ചായ കൂടി കഴിഞ്ഞ് ഉച്ചക്കത്തെ ചോറുമൊക്കെ ചാടുന്ന ആളാണ് ഞാൻ. പക്ഷെ എല്ലാരും കൂടുമ്പോ എല്ലാരും ഇങ്ങനെ വട്ടത്തിലിരുന്ന് കഞ്ഞി കുടിച്ചിട്ട് ഒരു വൈബല്ലേ. അപ്പൊ ഞാനും കുറച്ച് കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാതും മോറി കഴിഞ്ഞിട്ടേ ലാസ്റ്റ് 2 പാത്രം മോറ വന്നിക്കുന്ന, പിന്നെ പേരില് മിന്നു വന്ന് ഫുള്ള് പാത്രം മോറിയെന്നാവും ചേച്ചും. ഞങ്ങൾ മോറിച്ചാണോ കണ്ടില്ലേ കൊറേ വലുതൊക്കെ. ഞാൻ പിന്നെ വിരുന്നോലൊന്നും വെറുതെ ഇരുത്താറില്ല. എല്ലാവർക്കും കൊറേ പണിയൊക്കെ കൊടുക്കും. അതുകൊണ്ട് എന്റെ അടുക്കാരും വിരുന്ന് വരാറില്ല. അതാണ് സത്യം. എല്ലാരും കൊണ്ട് പഠിപ്പിച്ചു വന്നവരെക്കൊണ്ടൊക്കെ പണിയിട്ട് ചാട്ടി വിടും. അങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ഓള് മേക്കപ്പ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് മുഖം കാണിച്ചു തരൂല. പക്ഷെ ഓള് മേക്കപ്പ് ഇട്ടിട്ടില്ലെങ്കിലും ഓളാള് സുന്ദരിയാണ് കേട്ടോ. അതുകൊണ്ട് ഓളെ ഫോട്ടോ ഞാനിവിടെ വെട്ടി ഒട്ടിച്ച് വെച്ചിരിക്കണ കേട്ടോ. കഞ്ഞൊടി വീണ്ടാമതും ഒരു തല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾ അപ്പളൊക്കെ ആയിട്ട് അങ്ങനെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞിക്കുട്ടി എന്റെ അടി കൂടെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വാരി തിരികണം ഒന്നുമില്ലടി. എന്നാലും എന്തെങ്കിലും നാമച്ചു കൊടുക്കടി. ചമ്മന്തി തിന്നോ? പിന്നെ അതിന്റെ ഇടയില് വലിയ താത്തയാണ് ഇട്ടത്, മൂത്തച്ചി താത്തയാണ്. താത്താക്ക് ഒരു അടക്കപ്പായം കിട്ടിയിട്ടുണ്ടായിരുന്നു. അടക്കപ്പായ എന്ന് പറയുമ്പോ പേരക്കട്ടോ, നമ്മളവിടെ അതിന് അടക്കപ്പായ എന്നാണ് പറയാ. അത് എത്ര ആൾക്കാർ ഊരച്ച് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ആ ഒരു സ്ലൈസ് ആക്കിയിട്ട് എത്ര ആൾക്കാർ ഊരച്ച് തന്നു. അങ്ങനെ എനിക്കൊരു ഊര് കിട്ടിയിട്ടുണ്ടായിരുന്നു. അഫിമോക്ക് കിട്ടിയ ഊര് വെച്ചിട്ട് ഓള് കാട്ടുന്നതാണ് കേട്ടത്. അതിൻ്റെ അടുത്ത് ഇവിടെ ഗെയിം കളിച്ചണ ഓരോരുത്തരന്മാര് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പിന്നെ ഫുഡും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് ഏൽപ്പിച്ചിരിക്കേനി കേട്ടോ. നമ്മളെ ജനക്കുട്ടിന്റെ ബർത്ത്ഡേക്ക് ഇവർ തന്നെയാണ് ഫുഡ് വെച്ച് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിനി കേട്ടോ. അതുപോലെ തന്നെയാണ് ഇന്നും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ടായിനി. ഉച്ചക്കത്തെ ഫുഡ് മാത്രമേ ഏൽപ്പിച്ചിട്ടുള്ളൂ കേട്ടോ. 10 മണിക്ക് കഞ്ഞിയൊക്കെ നമ്മളിവിടെ വെച്ചിരിക്കേനി. എന്റെ കുട്ടി നമ്മളെ പാളി നോക്കുന്നുണ്ട് കേട്ടോ. ചോറിന് ചോറടപ്പ് ഫുഡ് പണിയെടുക്കുന്നിടത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ടോ. അവളിന്റെ തൊട്ടടുത്തായിട്ട് ഒരു വീടുണ്ടല്ലോ, നമ്മളെ തൊട്ടിപ്പുറത്തുള്ള ആ വീട്ടില്. അവിടെ ആ ഒരു വീടിന്റെ സിറ്റ് ഔട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ബിരിയാണി ദമ്മ് പൊട്ടിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിനിയത്. ഇതൊക്കെ മോൾട്ടിയാണ് കേട്ടോ പോയിട്ട് വീഡിയോ എടുത്തിട്ട് തന്നിട്ടുണ്ടായിനിയത്. അതായത് ചെറിയ നാത്തൂന്റെ മോള്. ആ വീഡിയോയിലൊക്കെ ഇടയ്ക്ക് വരുന്നതും പാട്ടൊക്കെ പാടുന്ന ഓള്. ഇപ്പൊ നേരത്തെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നില്ലേ വന്നത്, ആ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് മിന്നു സൈനിട്ടോ. ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചതേ അല്ല ഇനി. പിന്നെ
ഇത് ബിരിയാണി ദമ്മ് പൊട്ടിക്കലും ഇങ്ങനത്തെ കുത്തല് വളമ്പല് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം വഹിക്കുക ഞങ്ങളെ വലിയ താത്തയാണ് കേട്ടോ. വലിയ മുത്തച്ചി താത്ത കയ്യിലൊക്കെ ഭയങ്കര ഒരു പ്രാവീണ്യം ഉള്ള പോലെ ഞങ്ങൾക്ക് തോന്നലുണ്ട് കേട്ടോ. കാരണം താത്ത അതെല്ലാം ഒരു നല്ല മട്ടത്തിനങ്ങിട്ട് സെറ്റാക്കാൻ താത്താനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഞങ്ങളെ ഏത് വീട്ടിലെ പരിപാടി ഉണ്ടെങ്കിലും നമ്മളെ ഈ കൂട്ടത്തിൽ കേട്ടോ, ഇളച്ചന്മാരെ മുത്തച്ഛന്മാരെ കൂട്ടത്തിൽ ആരുടെ വീട്ടിലാണെങ്കിലും താത്ത അതിനൊക്കെ ഉഷാറാണ്. അതൊക്കെ എല്ലാം ഞങ്ങൾക്ക് ഇങ്ങനെ താത്താന്റെ ബേക്കിൽ ഇങ്ങനെ നിന്ന് കൊടുത്താൽ മതിയാവും. അങ്ങനെ ഓല് ഈ വീട്ടിലിരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിക്കണത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും വെള്ളവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കണ്ടേ. ഇതൊക്കെ ഓല് ഷൂട്ട് ചെയ്തതാണ്. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ക്ലിപ്സൊക്കെ കാര്യങ്ങളൊക്കെ കാണുന്നത്. ചുട്ടനൊക്കെ കൊണ്ടുപോയി ഒരു പാത്രം കൊണ്ടുപോയി അല്ലെങ്കിൽ ഇത് മാറി കൊടുത്തു നോക്കാം. അതിൻ്റെ ഇടയിൽ കൂടെ മക്കൾക്കുള്ള ഫുഡൊക്കെ ഇവിടെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് ഓരോ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഓല് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവിടെ ടേബിളിൽ ഇരുന്നിട്ട് ബാക്കി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2-3 ട്രിപ്പൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഇല്ല കേട്ടോ, ഇതിൽ തന്നെ കുറേ ആളുകൾ കുറവാണ്. പറ്റുന്നോൽക്കൊക്കെ ഉള്ളവരൊക്കെ ഇങ്ങോട്ട് കൂടിയതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് തിന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഓരോരുത്തർ കിടക്കുന്നു, പാട്ട് പാടുന്നു, എന്തൊക്കെ കോപ്രായത്തരങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നറിയോ. ഇവര് വന്ന് പണി ഉണ്ടാക്കിയാലാണ് കുഞ്ഞാമ്മട്ടോ. ആ ടേബിൾ തുറക്കുന്ന ഡ്യൂട്ടി മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ എനിക്ക്. ഇവിടെ പാത്രം പോകാൻ ഇഷ്ടം പോലെ ആൾക്കാരാണ്. മുത്തച്ചികള് ചെറിയ നാത്തൂനൊക്കെ ഇവിടെ പാത്രം പോകാൻ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ടേബിൾ കൊടുക്കാൻ വേണ്ടി നിന്നതേനി കേട്ടോ. ഞങ്ങള് എല്ലാരും എവിടെ കൂടിയാലും അങ്ങനെ തന്നെയാണ്. ആരും ഒഴിഞ്ഞു നിൽക്കൊന്നുമില്ല കേട്ടോ. എല്ലാ പണികളും എല്ലാവരും ചേർന്ന് നിൽക്കും. അപ്പൊ പിന്നെ ഒരാൾക്ക് മാത്രമായിട്ട് അതൊരു ഭാരമായിട്ട് തോന്നൂല്ല. അങ്ങനെ പരസ്പരം സഹകരണവും കണ്ടറിവൊക്കെ ഞങ്ങളെ കുടുംബത്തില് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സമയമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് വർത്താനം കാര്യങ്ങളൊക്കെ ആയി ഓരോരുത്തരായിട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. കുറച്ച് സമയം ഭയങ്കര ബഹളമയായിട്ടുള്ള നമ്മളെ വീട് പെട്ടെന്ന് എല്ലാരും അങ്ങോട്ട് പോയപ്പോ ഒക്കെ അങ്ങോട്ട് ഒഴിഞ്ഞ പോലെ കേട്ടോ. എല്ലാരും എല്ലാ പണികളും പാത്രങ്ങളും ഒക്കെ ഒതുക്കി കഴിഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ എനിക്ക് തുടക്കൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇനി അതന്നെ ഞാൻ പറഞ്ഞതാണ്, ഞാൻ ലാസ്റ്റ് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഞാൻ തുടച്ചോളാന്നുള്ളത്. ഞാൻ രാവിലെ തുടച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്തായാലും എനിക്കറിയാം എല്ലാവരും കൂടും. അപ്പൊ പിന്നെ എന്തായാലും എല്ലാം കഴിഞ്ഞിട്ട് തുടക്കണതാവും നല്ലത് എന്നറിയണോണ്ട് ഞാൻ രാവിലെ തുടച്ചിട്ടുണ്ടായില്ല. എന്നും തുടക്കണതാണ് ഞാൻ, പക്ഷെ ഇന്ന് തുടച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഈ ഒരു തുട മാത്രമേ എനിക്ക് ബാക്കി ഉണ്ടായിട്ടുള്ളൂ ഇനി കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് എല്ലാവരും അവിടെ പോയപ്പോൾ വീട് ഒരു ശൂന്യമായ പോലെ ഇനി കേട്ടോ. ഞാൻ ഇന്നത്തെ ഈ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചതേ അല്ല, പക്ഷേ നമ്മളെ മിന്നുകുട്ടി വന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് തന്നുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ഇത്ര ലോങ് ആയിട്ടുള്ള ഒരു വീഡിയോ കാണാൻ പറ്റും. ഇതിൽ ഈ ഒരു ക്ലിപ്സ് മാത്രമാണ് ഞാൻ വെച്ച് ഷൂട്ട് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ബാക്കിയൊക്കെ മിന്നും മോൾട്ടിയും എടുത്തന്നതേന്. അപ്പം എന്തായാലും അവൾക്ക് രണ്ടാൾക്കും ഒരു സ്പെഷ്യൽ താങ്ക്സും കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.